ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീയാണ്. നമ്മൾ ഒരുപാട് ഫേഷ്യൽസ് ചെയ്തു അല്ലേ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഫേഷ്യൽസ് ചെയ്തു, തൈരും തക്കാളിയും ഒക്കെ ചെയ്തു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഫേസിനൊരു ഗ്ലോ തരുന്ന ഒരു ഫേഷ്യലാണ്. സാധാരണ പാർലറിലേക്ക് പോയി നമുക്ക് ഒരു 1000-1500 രൂപയൊക്കെ ഒരു മിനിമം ചാർജാണ്. അതൊക്കെ കൊടുത്ത് ഒരു ഫേഷ്യൽ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു ഫേഷ്യൽ ചെയ്യാമെന്നുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് ഫേസിന് നല്ലൊരു ഗ്ലോ തരുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ സാധാരണ ഫേഷ്യൽ ചെയ്യുന്നത് പോലെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെറിയൊരു സ്ക്രബിങ് ആണ്, പിന്നെ ഒരു മസാജും, പിന്നെയാണ് പാക്ക് ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്ക്രബിങ് ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് പോകാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. മാത്രമല്ല, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിന് എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള പാല് നിങ്ങൾ എടുക്കുക. കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതെ 1 സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കോഫി ഞാൻ ഇവിടെ ബ്രൂ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ബ്രാൻഡ് ഉപയോഗിക്കാം. അപ്പോൾ കോഫി ഇടാനുള്ള സാധനങ്ങളെല്ലാം ആയി അല്ലേ. ഞാനിവിടെ കോഫി ഉണ്ടാക്കുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാര്യം കോഫിയും മിൽക്കും പഞ്ചസാര ഉപയോഗിച്ചാണല്ലോ നമ്മൾ സാധാരണ കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും കോഫി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുടിക്കാനല്ല, മുഖത്ത് ഉപയോഗിക്കാനാണ്. ഇനി നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം സ്ക്രബിങ്ങിന് വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വേണം ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്തിട്ട് വരാം. സ്ക്രബ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. എവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലുണ്ട് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പഞ്ചസാരയുടെ ആ ഒരു തരിയും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോയി നല്ല ബ്രൈറ്റനാകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ക്രബിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു മസാജിങ് ഉണ്ട്. അപ്പോൾ ആ മസാജിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക, അല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ട് മറ്റേ ഇൻഗ്രീഡിയൻസ് ഇനി എന്താണ് മസാജിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസ് വൈപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മസാജിങ് ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു സ്പൂൺ ഇത്ര മതി. നമ്മുടെ ഫേസിന് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ളത് എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കോഫി പൗഡർ, ഞാൻ നേരത്തെ എടുത്ത ബ്രൂ തന്നെയാണ് വീണ്ടും എടുക്കുന്നത്. ആവശ്യത്തിനുള്ള കോഫി പൗഡർ ചേർക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എപ്പോഴും കോഫി പൗഡറാണ്. ഇനി നമുക്ക് മസാജ് ചെയ്യാം. ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് മസാജ് ചെയ്യാം. ഇനി നന്നായിട്ട് ഒരു മസാജ്.
രീതിക്ക് മസാജ് ചെയ്യുക. നമുക്ക് ഈ ഒരു പാക്ക് കഴുത്തിലും അപ്ലൈ ചെയ്യാൻ, ഞാൻ ഇവിടെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മസാജിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി കളഞ്ഞ ശേഷം ഒരു പാക്ക് ഇടാം. സാധാരണ പാർലറിൽ പോയാലും നമുക്ക് പാക്കൊക്കെ ഇട്ടെടുത്തേ അതുപോലെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെറിയൊരു പാക്കുണ്ട്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് പാക്ക് റെഡിയാക്കാം. ഞാൻ ഫേസൊക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം കുറച്ചു മഞ്ഞപ്പൊടിയാണ്, കസ്തൂരി മഞ്ഞളാണത്. അപ്പോൾ അതെടുക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ കോഫി പൗഡർ ആണല്ലോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ കോഫി പൗഡർ ഇടുക. നമ്മുടെ ഫേസിന് എത്ര വേണം അതിനനുസരിച്ച് ഇടുക. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മൈദമാവാണ്. മൈദമാവ് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ പാലാണ് എടുക്കുന്നത്. വെള്ളം വേണ്ട, പാല് ആവശ്യത്തിനുള്ളത് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ആക്കുക. ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഫേസിൽ നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്ക് കൂടെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യത്തില്ലേ, ആ ഒരു സെയിം ഗ്ലോയും ആ ഒരു എഫക്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, 20 മിനിറ്റൊന്നും വേണ്ട, അതിന് മുന്നേ ഉണങ്ങി കിട്ടും. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്. സാധാരണ നമ്മൾ പാക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു 10-20 മിനിറ്റെങ്കിലും എടുക്കുന്നതാണ്. ഇതൊരു 10 മിനിറ്റിനകം പെട്ടെന്ന് ഉണങ്ങി കിട്ടി. അപ്പോൾ ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം റിസൾട്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത ശേഷം നല്ലൊരു ഗ്ലോ ഉണ്ട്. നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു ഗ്ലോ തന്നെയാണുള്ളത്. ഒരു 1000-1500 സാധാ ഫേഷ്യൽ ചെയ്യത്തില്ലേ, ആ സാധാ ഫേഷ്യലിൻ്റെ ആ ഒരു ഗ്ലോ ഫേസിലിപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നാച്ചുറൽ ബ്യൂട്ടി ടിപ്സിന് വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ കൊടുക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.